എവരിഡേ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ ഒരു ശബ്ദം ഇന്ന് നമുക്ക് കേൾക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായി മത്തായിയുടെ സുവിശേഷം 19:26. യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യമായെങ്കിലും ദൈവത്തിന് സകലതും സാധ്യം എന്ന് പറഞ്ഞു. ആമേൻ. മനുഷ്യരാൽ അസാധ്യം, ദൈവത്താൽ സാധ്യം. ഹല്ലേലൂയ. പലപ്പോഴും മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. ദൈവം അത് സാധ്യമാക്കി തരും. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 19:26 പറയുന്നത്, മനുഷ്യരാൽ അസാധ്യം, ദൈവത്താൽ സാധ്യം. ഹല്ലേലൂയ. അത്യുന്നതന്റെ സർവശക്തന്റെ കരം സാധ്യമാക്കി തരുന്ന പല മേഖലകളുണ്ട്. ഇന്ന് നമ്മൾ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ടും ജീവിതത്തിൽ അന്വേഷിച്ചിട്ടും ജീവിതത്തിൽ തുറക്കാൻ പറ്റാത്ത വാതിലുകളും തുറക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും അടഞ്ഞു പോയി മുന്നോട്ട് ഓടാൻ പറ്റാത്തതിന്റെ കാര്യം സാധ്യമാക്കുന്നവന്റെ കരങ്ങളിൽ കൊടുക്കുന്നത് ഉത്തമമായിരിക്കും. ഹല്ലേലൂയ. അവൻ സർവശക്തനായ ദൈവമാണ്. അവൻ ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. അവൻ സാധിപ്പിക്കുന്ന ദൈവമാണ്. നമ്മുടെ ഏത് പ്രാർത്ഥനാ വിഷയമാണേലും ദൈവസന്നിധിയിൽ മുട്ടുകുത്തി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കി തരും. അനേക വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ പ്രാർത്ഥനയ്ക്കായി വരുന്നുണ്ട്. അസാധ്യമായി കിടക്കുന്ന പല കാര്യങ്ങളും ദൈവം സാധ്യമാക്കി തരും. ഇന്ന് അസാധ്യങ്ങൾ എന്ന് മനുഷ്യൻ വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ദൈവം സാധ്യമാക്കി തരും. നമ്മുടെ മുന്നിൽ അടഞ്ഞിരിക്കുന്നതും ബ്ലൈൻഡ് ആയിട്ടിരിക്കുന്നത് കാര്യങ്ങളെല്ലാം ദൈവം സാധ്യമാക്കി തുറന്നു തരും. ഇന്ന് വിശ്വസിക്കുക, യേശുവിനാൽ ദൈവത്താൽ കഴിയാത്തത് ഒന്നുമില്ല. ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം. ഇന്നത്തെ ചിന്ത, നമ്മുടെ മുന്നിൽ ദൈവമിട്ടത് അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ഒരു സർവശക്തനായ ദൈവം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, പുത്രനായ യേശുവിൻ നാമത്തിൽ സാധ്യത ഇല്ലാതിരിക്കുന്നിടത്ത് ദൈവം സാധ്യം ആക്കി കൊടുക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ഈ വചനത്താൽ ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ നൈസ് ഡേ.